നമസ്തേ, ധന്വന്തരൻ ഇത് ശ്വാസാമൃതം. ശരിക്കും സഹസ്രയോഗത്തിലെ അഗസ്ത്യ രസായനത്തിന്റെ യോഗത്തിൽ പ്രക്ഷേപണ ചൂർണങ്ങളിൽ ചെറിയൊരു മാറ്റം വരുത്തിയാണ് ശ്വാസാമൃതമാക്കിയത്. നമ്മുടെ ചവനപ്രാശത്തിൽ ചില ഫുഡ് സപ്ലിമെന്റുകൾ കൂടുതൽ ചേർത്ത് നെല്ലിക്ക രസായനം എന്നുള്ളൊരു നാമധേയം കൊടുത്തപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം സ്വീകരിച്ചതുപോലെ തന്നെയാണ് ശ്വാസാമൃതവും. ശ്വാസാമൃതത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസവൈഷമ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കഫക്കെട്ട്, അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ആസ്മ പോലുള്ള പല ശ്വാസവൈഷമ്യങ്ങൾക്കും ഏറ്റവും ഫലപ്രദമാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും ഒക്കെ നിൽക്കുന്ന ആൾക്കാരിലൊക്കെ നല്ല ഒരു ഫലം കാണുന്നുണ്ട്. ശരിക്കും അഗസ്ത്യ രസായനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ രസായനങ്ങളിൽ വെച്ച് എല്ലാം മധ്യഭാഗത്തിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഇത് അന്ത്യഭാഗത്തിലാണ് അഗസ്ത്യ രസായനം വാങ്ങുക. അതുകൊണ്ട് തന്നെ രസായന പാകങ്ങളിൽ ഏറ്റവും അവസാന പാകത്തിലാണ് ഈ രസായനം വാങ്ങുന്നത്. ഇത് പ്രത്യേകിച്ചും ഇതിനകത്ത് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായ ഒരു കാര്യം, കോവിഡ് കാലത്ത് ഞാൻ ഇവിടുത്തെ പോലീസ് സേനയിൽ, കട്ടപ്പനയിലെ പോലീസ് സേനകൾക്ക് ഒരു 66-ലധികം പോലീസുകാർ അവർക്ക് ഞാനിത് കോവിഡ് കാലത്ത് നിർമ്മിച്ച് ഞാൻ കൊടുത്തു. നല്ല ഫലസിദ്ധിയാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും, അതിനകത്ത് നല്ല അനുഭവങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ആ പോലീസ് സേന എനിക്ക് വലിയൊരു ആദരവ് അവർ എനിക്ക് തരികയുണ്ടായി. അതിനുശേഷം കട്ടപ്പനയിലെ എന്നെ സബ് ഡിവിഷനിലെ ഡിവൈഎസ്പി ആയിരുന്ന രാജ്മോഹൻ സാർ നല്ല ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, വൈദ്യരെ, ഞങ്ങളിവിടെ സബ് ഡിവിഷനിലുണ്ട്, ഒരു 10-16 പോലീസുകാരും ഒക്കെ ഉണ്ട്, ഞങ്ങൾക്കും അത് തരണം, നല്ല അഭിപ്രായമാണ് വൈദ്യരുടെ ശ്വാസാമൃതത്തിനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സബ് ഡിവിഷനിലും ഞാൻ ഔഷധം കൊടുത്തു. എനിക്ക് ഡിവൈഎസ്പി രാജ്മോഹൻ സാർ എൻ്റെ ഭവനത്തിൽ വന്ന് നല്ല ഒരു ആദരവ് അദ്ദേഹം എനിക്ക് നൽകി. അദ്ദേഹത്തിനുള്ള കടപ്പാടും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കാരണം അങ്ങനെ അപ്പോൾ ആ സമയത്ത് തന്നെയാണ് കോവിഡ് കാലത്ത് ഞാൻ ഇടുക്കി DMOയുടെ അടുത്ത് പോയിട്ട്, അന്ന് DMO ആയിരിക്കുന്ന മാഡത്തിനോട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ധൂപം ചെയ്യാനുള്ള ധൂപചൂർണം ഞാൻ കുറച്ചുണ്ടാക്കി തരട്ടെ. ഞാനും മക്കളും ഒക്കെ ചേർന്ന് ഒരു 8 ദിവസം കൊണ്ട് പൊടിച്ച് തയ്യാറാക്കി ഇടുക്കി പൈനാവിലെ DMOയുടെ ഓഫീസിൽ കൊണ്ടുപോയി ആ ധൂപചൂർണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് DMOയ്ക്ക് വളരെയധികം സന്തോഷമായി സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും നമ്മുടെ ആശുപത്രികളിലൊക്കെ ഇത് ധൂപം ചെയ്യും. ഒരു അണുനാശിനിയാണ്, കുറേയൊക്കെ കൊതുകിനോ അല്ലെങ്കിൽ മറ്റുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ ഇത് സഹായിക്കും എന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സേവന രംഗങ്ങൾ എന്താ പറയുക, ആരോഗ്യ മേഖലയിലുള്ളവർക്കും പോലീസ് സേനയ്ക്കും ഒക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ അവർക്കുള്ള ഒരു നന്ദിയും അല്ലെങ്കിൽ കടപ്പാടും എന്നോട് എനിക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ഔഷധം തന്നെയാണ് ശ്വാസാമൃതത്തിന്റെ ഒരു ഫലസിദ്ധി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള ശ്വാസകാശ സംബന്ധമായ പ്രശ്നങ്ങളിൽ വലിയ ഫലത്തെ പ്രദാനം ചെയ്യാൻ ഈ ശ്വാസാമൃതത്തിന് സാധിക്കുമെന്നുള്ളത് വലിയ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഔഷധങ്ങൾ തയ്യാറാക്കാൻ ഏതെങ്കിലും വൈദ്യന്മാരോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരോ തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയും രഹസ്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. നന്ദി, നമസ്തേ. ധന്വന്തരൻ വൈദ്യനടിക്കുക.